ഔസി, പോവണ്ടേ? പോണം, പക്ഷെ തോന്നുന്നില്ല. നേരെ ഒത്തിരിയായി. വീട്ടിൽ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. ബാപ്പയെ മറ്റോ അറിഞ്ഞാൽ? അറിയട്ടെ. തനിക്ക് പേടിയില്ലേ? എന്തിനാ പേടിക്കുന്നേ? എന്തിനും ചങ്കുറ്റുള്ള ഒരാളല്ലേ എന്റെ കൂടെയുള്ളത്. ആള് കൊള്ളാവല്ലോ. നാളെ പുറങ്കടലിൽ വരണ പത്തേമാരിയിലെ ഞമ്മക്ക് 3 പെട്ടികൾ കാണും. ഉച്ചയോടെ പുത്തങ്കടപ്പുറത്ത് സാധനങ്ങൾ എത്തും. ചാലയിലെ അലിയാരായിരിക്കും വള്ളത്തില്, അല്ലേ എന്താ? അതെ. ബാപ്പൂട്ടി കാറുമായി പുത്തങ്കടപ്പുറത്ത് എന്ന് ആരും അറിയാതെ സാധനം നമ്മുടെ ബംഗ്ലാവിൽ എത്തിക്കണം. കസ്റ്റംസുകാരിപ്പോ പഴയ പോലെ ഉഴപ്പന്മാരൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നക്കാപ്പിച്ചൊന്നും അവർക്ക് പിടിക്കില്ല. സർക്കാർ കൊടുക്കുന്ന കമ്മീഷനാണ് അവരുടെ നോട്ടം. സൂക്ഷിക്കണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വിഷമിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കുറച്ചു ദിവസം നന്നായിട്ടൊന്ന് വിശ്രമിച്ചാൽ മതി. എനിക്കെന്റെ അമ്മയും പെങ്ങന്മാരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, നിന്റെ അസുഖം തീർത്തു മാറട്ടെ. എന്നെ കാണാണ്ടായപ്പോ അവരൊരുപാട് വിഷമിച്ച് കാണും. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാ ഹാജിയാരുടെ കൈ ചെന്ന് പെട്ടത്? ഈ നട്ടപ്പാതിര വരെ നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാനാ കടാപ്പുറത്ത് ഉണ്ടായിരുന്നു. കടാപ്പുറത്ത് എന്താണ് തിരയുന്നായിരുന്ന? ചോറും കറിയും തണുത്ത് പറങ്ങളിച്ചിട്ടുണ്ടാവും. തിന്നിട്ട് പോയി കിടക്കാൻ നോക്ക്. എനിക്ക് എന്തു വേണം? ഇവിടെ സ്വർണ്ണം എടുക്കുവാ. സാധനം എന്താ? സാധനം എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അറിയാലോ. ഹലോ, ഹാജിയാരല്ലേ?
നിന്റെ മോനെ കൊന്നുവിടണം. ഇനി പറ മോനെ, ഇന്റെ പെട്ടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. പറയടാ, പറയാൻ. ഏയ്, അവൻ അങ്ങനെയൊന്നും പറയില്ല ഹാജിയാരെ. പറയിപ്പിക്കാനുള്ള വഴി നമ്മുടെ കയ്യിലുണ്ടല്ല. ഈ നല്ല കുട്ടിയല്ലേ, പറ മോനെ, ഇന്റെ പെട്ടി എവിടെ? എനിക്കറിയില്ല. അവർ നിന്നെ ക്രൂരമായി തല്ലിച്ചതച്ചിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്മാരെന്നെ കൊല്ലുമായിരുന്നു. ചാകാതെ രക്ഷപ്പെട്ടത് എന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും നേരുകൊണ്ടാണ്. കൈ നിറയെ കായുണ്ടാക്കിയിട്ട് ഈ കടാപ്പുറത്തുനിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി എന്റെ കൊച്ചു ത്രേസ്യാനെയും സാറാനെയും നല്ല രീതിയിലൊന്ന് കെട്ടിച്ചയക്കണം. ആ ഒരു മോഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. നമ്മൾ മോഹിക്കുന്ന പോലൊന്നും നടക്കാറില്ലല്ലോടോ. നിങ്ങളെന്താണ് അങ്ങനെ പറഞ്ഞത്? കൊച്ചു ത്രേസ്യയുടെ കല്യാണം കഴിഞ്ഞു. ലോറൻസ് അവളെ കെട്ടിയത്. നിന്നെ അനന്തം മുതലാളി തല്ലിക്കൊന്നുന്ന എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. നീ പോയതിനു ശേഷം നിന്റെ കുടുംബം നോക്കാൻ ലോറൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവര് തമ്മിൽ ഇഷ്ടായിരുന്നു. എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു സംശയമുണ്ട് കേട്ടാ. നിങ്ങൾ എങ്ങനെയാണ് ആജിയാടെ കൂടെ ചെന്നുപെട്ടത്? ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ശത്രുവിനെ തേടിയാണ് ഞാൻ ഈ കടപ്പുറത്ത് വന്നതെന്ന്. പക്ഷെ തേടി പിടിക്കാതെ തന്നെ അവൻ എന്റെ മുമ്പിൽ വന്നു പെട്ടു, ഒരു നിയോഗം പോലെ. അപ്പൊ ആജിയാരാണ് നിങ്ങളുടെ ശത്രു? അതെ. എന്നിട്ടെന്താണ് പിന്നെ കണക്ക് തീർക്കാത്തത്? കൂട്ടത്തിൽ കൂടിയപ്പം ദേഷ്യവും പകയൊക്കെ തീർന്ന? അങ്ങനെ എളുപ്പത്തിൽ അവനെ കൊന്നുകൂടാ. കൊന്നാൽ അതവൻ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷയാവില്ല. ഇഞ്ചിഞ്ചായി മരിക്കണം. ആദ്യം അവന്റെ സാമ്രാജ്യം തകർക്കണം, പിന്നെ അവന്റെ കുടുംബം. എന്റെ പൊന്നുമോനെ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും കാലം? മോനെ. അമ്മച്ചി, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. എന്തെങ്കിലും കഴിക്കാനെടുക്ക, വല്ലാണ്ട് വിശക്കുന്നു. വാ മോനെ.